യൂണിറ്റ് 4 ഇൻക്രീസിങ് നമ്പേഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പിക്ചറിൽ തന്നിരിക്കുന്ന ഒരു പാർക്കിന്റെ പിക്ചറാണ്. ഗിച്ചോ പാർക്കാണ്. ഓപ്പണിംഗ് ദ ഡോർ. ധ്വനി went to Gicho Park with her mother and father. Her brother Dhanu is also with them. ധ്വനിയുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഗിച്ചോ പാർക്കിൽ പോയി. അവളുടെ സഹോദരൻ ധനു അവരൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പ്ലസ് 2 numbers with their sum 1000 to open the door എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ 2 numbers ആഡ് ചെയ്യുമ്പോൾ 1000 കിട്ടുന്ന ഏതെങ്കിലും 2 numbers പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ എന്താ ധ്വനിയും ധനുവും പറയുന്നത് നോക്കൂ. 490 എന്നൊരു നമ്പർ ഉണ്ട് അല്ലേ. ഫസ്റ്റ് നമ്പർ 490 അല്ലേ. 490 and 10 make 500. അവർ ആദ്യം 500ലേക്ക് നോക്കുകയാണ് കേട്ടോ. 490യുടെ കൂടെ ഒരു 10 വന്നാൽ 500 ആയി. then we need only 500 more എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 490യുടെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്താലാണ് 1000 കിട്ടുക നോക്കുകയാണ്. അവർ ആദ്യം എന്താണ് 500ലേക്ക് എത്ര വേണം നോക്കി, ഇനി ബാക്കി എത്രയും കൂടി ഉണ്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ 490യുടെ കൂടെ 10 വന്നാൽ 500, പിന്നെ ഒരു 500 അല്ലേ. അപ്പൊ 510 വേണം. അപ്പൊ അവിടെ നമ്പർ നെക്സ്റ്റ് നമുക്ക് അറിയാലേ 510 എന്നുള്ള നമ്പർ അവിടെ ഉണ്ടല്ലോ. അവിടെ അപ്പൊ അച്ഛൻ പറയാണ് കേട്ടോ. ഹിയർ ഈസ് ദ നമ്പർ വിത്ത് 510 എന്ന് പറയുന്നു കേട്ടോ. ഇവിടെ നമ്പർ ഉണ്ട്, 500ഉം 10ഉം വെച്ചിട്ടുള്ള നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ 510 ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം 490ഉം 510ഉം ആഡ് ചെയ്താൽ 1000 കിട്ടും. അതുപോലെ ബാക്കി ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഇനി അവിടെ പറയുന്നുണ്ട് there is 100, what do we want next എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അവിടെ 100 ഉണ്ട്, ഇനി ബാക്കി എത്രയും കൂടി വേണം നമുക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. എത്ര വേണം 1000 ആവാനായിട്ട്? 900 അല്ലേ. 100ഉം 900ഉം ആഡ് ചെയ്താൽ 1000 കിട്ടും. ഇനി 404 എടുക്കുകയാണെങ്കിൽ ബാക്കി എത്രയും കൂടി വേണം 1000 ആവാനായിട്ട്? ആദ്യം 500ലേക്ക് എത്ര വേണം നോക്കുക. 404ന്റെ കൂടെ 96 ആഡ് ചെയ്താലാണല്ലേ 500 കിട്ടുക. ബാക്കി 500ഉം. അപ്പൊ എത്രയാ? 596 ആണല്ലേ. അങ്ങനെ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അവിടെ 1000 ഡിഫറെന്റ് വേസിൽ നമുക്ക് എഴുതാം. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ബാക്കി ഏതൊക്കെയാ കിട്ടുക എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. അടുത്തത് നമ്പർ പെയേഴ്സ് ആണ്. ക്യാൻ യു റൈറ്റ് ദ നമ്പർ പെയേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1000 നമുക്ക് ഇവിടെ 490 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 490യുടെ കൂടെ എത്ര ആഡ് ചെയ്താൽ 1000 കിട്ടും നമ്മൾ നേരത്തെ കണ്ടല്ലോ. 510 ആണ്. അടുത്തത് 100 എന്ന് തന്നിട്ടുണ്ട്. 100ന്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്താലാണ് 1000 കിട്ടുക? 900 ആണ്. ദെൻ അടുത്തത് നോക്കൂ. 1000ല് 793യും പിന്നെ എത്രയും കൂടി വന്നാലാണ് നമുക്ക് 1000 കിട്ടുക? 793യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 800 കിട്ടുക നോക്കുക. അപ്പൊ എത്രയാ? 7 ആണ് അല്ലെ. 800ൽ നിന്ന് 1000ലേക്ക് എത്ര വേണം? 200. അപ്പൊ 207 അല്ലേ. 207 അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അതായിരിക്കും എളുപ്പം. അടുത്തത് 1000 നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ പെയേഴ്സ് ആണ് നമ്മൾ എഴുതണം കേട്ടോ. ഇപ്പൊ 404 എടുത്തു എന്ന് വിചാരിക്കാം. 404 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ എത്ര വേണം? 596 വേണം അല്ലെ. അടുത്തത് 235 എടുത്തു എന്ന് വിചാരിക്കാം. 235ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 1000 കിട്ടുക നോക്കുക. ആദ്യം 235ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 500 കിട്ടുക നോക്കാം. അപ്പൊ എത്രയാ വരിക? 265 ആഡ് ചെയ്യണം അല്ലെ 500 കിട്ടാനായിട്ട്. പിന്നെ ഒരു 500ഉം. അപ്പൊ എത്രയാ? 500ഉം 265ഉം എത്ര വരിക? 765 എന്ന് വരും. ഇതുപോലെ ഏതൊക്കെ പെയേഴ്സാ വരിക എന്ന് നിങ്ങൾ ഒന്ന് കണ്ടെത്തുക കേട്ടോ. സം 1000 fill up the blanks to get some 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. എത്രയാണ്? 1000 ടോട്ടൽ കിട്ടുന്ന രീതിയിൽ കേട്ടോ. 490 plus 10 plus 500 is equal to 1000 എന്ന് തന്നിട്ടുണ്ട്. 490 plus dash is equal to 1000 എന്ന് പറഞ്ഞാല് 490 plus 510 is equal to 1000 ആണ് അല്ലെ. 193 plus 7 plus dash is equal to 1000 എന്നാണ്. 793യുടെ കൂടെ 7 ആഡ് ചെയ്താൽ 800 കിട്ടി. 800ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 1000 കിട്ടുക? 200 അല്ലെ. 200 എന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് 793 plus dash is equal to 1000 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 793 plus 207 ആണ് അല്ലെ. 207 എന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത് നോക്കാം. 551 plus 9 plus dash is equal to 1000 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം 551ന്റെ കൂടെ 9 ആഡ് ചെയ്താല് 560 കിട്ടും അല്ലെ. പിന്നെ എത്രയും കൂടി വേണം 1000 ആവാനായിട്ട്? 440. 551 plus dash is equal to 1000 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 551ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാ 1000 കിട്ടുക? 449. അടുത്തത് നോക്കൂ. 800 plus 100 plus 100 1000 ആണ്. അടുത്തത് 700 plus 200 plus 100 എത്രയാ? 1000 ആണ്. അത് 600 plus 300 plus 100 എത്ര തന്നെയാണ്? 600 plus 300 എന്ന് പറഞ്ഞാൽ 900. 900 plus 100 എന്ന് പറഞ്ഞാൽ 1000. അടുത്തത് നോക്കാം. 500 plus 400 plus dash is equal to 1000 എന്നാണ്.
500 പ്ലസ് 400 പറഞ്ഞാൽ 900 ആയി. എത്രയും കൂടി വേണം 1000 ആവാനായിട്ട്? ഒരു 100 കൂടി ആഡ് ചെയ്യണം അല്ലെ. പ്ലസ് 100 എന്നുള്ളത് ഫില്ല് ചെയ്യാം. അടുത്തത് 400 പ്ലസ് 300 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു 1000 എന്നാണ്. 400ന്റെ കൂടെ 300 ആഡ് ചെയ്താൽ 700 കിട്ടും. 700ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 1000 കിട്ടുക? 300 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ 300 എന്നുള്ളത് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത് 600 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു 1000 എന്ന് തന്നിട്ടുണ്ട്. 600ന്റെ കൂടെ 400 ആഡ് ചെയ്താലാണല്ലേ 1000 കിട്ടുക. ഈ 400നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. അതായത് 400 കിട്ടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് 300 പ്ലസ് 100 എന്ന് എഴുതാം, അല്ലെങ്കിൽ 200 പ്ലസ് 200 എന്ന് എഴുതാം, അല്ലെങ്കിൽ 350 പ്ലസ് 50 അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നെക്സ്റ്റ് 400 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു 1000 എന്നാണ്. അപ്പൊ 400ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 1000 കിട്ടുക? 400ന്റെ കൂടെ 600 ആഡ് ചെയ്യണം. 600നെ 2 നമ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നില്ലെങ്കിൽ 500 പ്ലസ് 100 എന്ന് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 300 പ്ലസ് 300 എന്ന് എഴുതാം, അല്ലെങ്കിൽ 200 പ്ലസ് 400 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അവിടെ അങ്ങനെ ഫില്ല് ചെയ്യുക. ഇസ് ഈക്വൽ ടു 1000. അടുത്തത് 500 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ 1000 എന്നാണ്. 500ന്റെ കൂടെ 500 ആഡ് ചെയ്യണം അല്ലെ 1000 കിട്ടാനായിട്ട്. 500 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 300 പ്ലസ് 200 എന്ന് എഴുതാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 400 പ്ലസ് 100 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ ഗാർലൻഡ്. 9000 10,000 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പൊ 9000ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 10,000 കിട്ടുക? 1000 ആഡ് ചെയ്താലാണ് അല്ലെ. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? 1000 ആഡ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. അപ്പൊ 10,000ന്റെ കൂടെ 1000 ആഡ് ചെയ്താല് 11,000. 11,000ന്റെ കൂടെ 1000 ആഡ് ചെയ്താല് 12,000. then 13,000, 14,000, 15,000, 16,000, 17,000, 18,000 ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് ഷൂട്ടിംഗ് കോർണർ. കാൽക്കുലേറ്റ് ദ പോയിന്റ്സ് ഫോർ ഷൂട്ടിംഗ് ആൻഡ് ഫൈൻഡ് ദ വിന്നർ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ ഷൂട്ടിങ്ങിൽ കിട്ടിയ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആരാണ് വിജയി എന്ന് കണ്ടെത്താനാണ്. അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. 3 ഷോട്ട്സ് ഫോർ ഈച്ച്. ഓരോരുത്തർക്കും എത്ര ഷോട്ട്സ് ആണുള്ളത്? 3 ഷോട്ട്സ് ആണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ദ പോയിന്റ്സ് ഈച്ച് ഗോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ധനുവിന് 3 ഷോട്ട്സിൽ കിട്ടിയ പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. 100, 900, 525. ടോട്ടൽ പോയിന്റ്സ് എങ്ങനെയാ കാണുക? 100 പ്ലസ് 900 പ്ലസ് 525 ചെയ്യാണ് അല്ലെ. അപ്പൊ എത്രയാ വരിക? 100 പ്ലസ് 900 എത്രയാ? 1000 ആയില്ലേ. 1000ന്റെ കൂടെ 525 ആഡ് ചെയ്താൽ 1525. അടുത്തത് ധ്വനിക്ക് എത്രയാണ്? 750 പ്ലസ് 250 പ്ലസ് ഡാഷ്. അപ്പൊ തേർഡ് ഷോട്ടിൽ കിട്ടിയ പോയിന്റ് എത്രയാണ് തന്നിട്ടില്ല. ടോട്ടൽ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 1475 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഷോട്ടിൽ കിട്ടിയ പോയിന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 750 പ്ലസ് 250 ചെയ്യുക അല്ലെ ആദ്യം. അപ്പൊ എത്രയാ വരിക? 1000 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? ടോട്ടൽ പോയിന്റ്സിൽ നിന്ന് ഈ 1000 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് തേർഡ് ഷോട്ടിൽ കിട്ടിയ പോയിന്റ്സ് എത്രയാണെന്ന് കാണാൻ പറ്റും അല്ലെ. 1475 നിന്ന് 1000 കുറച്ചാൽ എത്രയാണ്? 475. അങ്ങനെ അവിടെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഫില്ല് ചെയ്യുക. ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? മിനി ഗോട്ട് 1363 പോയിന്റ്സ് ഇൻ 3 ഷോട്ട്സ്. വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് ഷീ ഹിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് 3 ഷോട്ട്സിലും കൂടി മിനിക്ക് 1363 പോയിന്റ്സ് കിട്ടി. അപ്പൊ അവള് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ 363 ആണ് ഫസ്റ്റ് ഷോട്ടിൽ ഹിറ്റ് ചെയ്തപ്പോ കിട്ടിയ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ബാക്കി 2 ഷോട്ട്സിൽ എത്ര പോയിന്റ്സ് കിട്ടിയെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ടോട്ടൽ പോയിന്റ്സ് കിട്ടിയത് 1363 ആണെങ്കിൽ ബാക്കി എത്ര പോയിന്റ്സ് ആണ് 2 ഷോട്ട്സിൽ കിട്ടിയിട്ടുള്ളത്? 1363 നിന്ന് 363 കുറച്ചാൽ 1000 ആണ് അല്ലെ. 1000 2 ഷോട്ട്സിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന പോയിന്റ്സിൽ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക എന്ന് നോക്കിയാൽ മതി. സെക്കൻഡ് ഷോട്ടിൽ 100 കിട്ടിയെങ്കിൽ തേർഡ് ഷോട്ടിൽ 900 കിട്ടാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ പോയിന്റ്സ് 1363 കിട്ടും അല്ലെ. അല്ലെങ്കിൽ സെക്കൻഡ് ഷോട്ടിൽ കിട്ടിയ പോയിന്റ് 475 ആണെങ്കിൽ പിന്നെ എത്ര പോയിന്റ്സും കൂടി വേണം 1000 ആവാനായിട്ട്? 525 വേണം അല്ലെ. അപ്പൊ 475 525 ആവാം. അല്ലെങ്കിൽ എന്താവാം? 750 250 ആവാം അല്ലെ. 750 250 കൂടി 1000 ആയല്ലോ. പിന്നെ 363 കൂടി വന്നാല് 1363. അപ്പൊ ഇതൊക്കെയാണ് അല്ലെ പോസിബിൾ നമ്പേഴ്സ്. സുഹേൽ ഹിറ്റ് 363 ഇൻ ഓൾ 3 ഷോട്ട്സ്.
ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഹി ഗെറ്റ് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. സുഹേല് 3 ഷോട്ട്സിലും 363 ആണ് ഹിറ്റ് ചെയ്തത്. അപ്പൊ എത്ര പോയിന്റ്സ് ആണ് അവന് കിട്ടിയത് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അവിടെ ആ കുട്ടികൾ എന്താ പറയുന്നത് നോക്കൂ. ഹാവ് ടു ആഡ് 363 3 ടൈംസ് എന്ന് പറയുകയാണ് അല്ലെ. അതായത് 363 നമുക്ക് എന്താണ് 3 പ്രാവശ്യം ആഡ് ചെയ്യണം എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ അടുത്ത കുട്ടി എന്താ പറയുന്നത്, ആഡിങ് 360 and 3 ടൈംസ് ഈസ് ഇനഫ് എന്ന് പറയുകയാണ്. അതായത് 300ഉം 3 പ്രാവശ്യം ആഡ് ചെയ്യുക, 60 3 പ്രാവശ്യം ആഡ് ചെയ്യുക, 3 3 പ്രാവശ്യം ആഡ് ചെയ്താല് അത് മതിയാകും എന്ന് പറയുകയാണ് കേട്ടോ. 363 3 ടൈംസ് ആഡ് ചെയ്യാൻ ഡിഫറെന്റ് വേസ് പറയുകയാണ് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, ട്വൈസ് 3 is 6, ഡബിൾ ഓഫ് 3 is 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 6 ആണ്, 3ന്റെ ഡബിൾ എന്ന് പറയുന്നത് 6 ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഡിഫറെന്റ് വേസ് ടു ആഡ് നോക്കാം. അതായത് 363 3 ടൈംസ് ആഡ് ചെയ്യാനുള്ള വിവിധ രീതികളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഹൗ ഡു വി ആഡ് 363 എന്ന് വെച്ചിട്ടുണ്ട്. 363 3 ടൈംസ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാ, 300 + 60 + 3 ആണല്ലോ 363. നമ്മൾ എന്ത് ചെയ്യാ, ഫസ്റ്റ് 300നെ 3 ടൈംസ് ആഡ് ചെയ്യാം, 60നെ 3 ടൈംസ് ആഡ് ചെയ്യാം, 3നെ 3 ടൈംസ് ആഡ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. 300നെ 3 ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 900 വരുമല്ലോ. ഇതിനെ 3 ടൈംസ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ 180. 3നെ 3 ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 + 3 + 3 എത്രയാ 9. അപ്പൊ 900 + 180 + 9 എങ്ങനെയാ ചെയ്യാ, 900 + 100 + 89 എന്ന് എഴുതാം. 900 + 100 എന്ന് പറഞ്ഞാൽ 1000, 1000ന്റെ കൂടെ 89 ആഡ് ചെയ്താല് 1089. അതാണ് കേട്ടോ ഫസ്റ്റ് മെത്തേഡ് കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കൂ. വാട്ട് ഇഫ് വി മൾട്ടിപ്ലൈ 300 by 3. 300നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സിമിലർലി വി ക്യാൻ മൾട്ടിപ്ലൈ 60 and 3 by 3. 360 3 ടൈംസ് ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 300നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 60നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 3നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ. അതാണ് കേട്ടോ സെക്കൻഡ് മെത്തേഡ്. 300 × 3 എത്രയാ, 900 ആണ്. 3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ, 180. then 3 × 3 എത്രയാ, 9 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, 900 + 180 + 9 ആഡ് ചെയ്യുക കേട്ടോ. എത്ര കിട്ടും, 1089. ഇങ്ങനെയാണ് കേട്ടോ സെക്കൻഡ് മെത്തേഡ് തന്നിരിക്കുന്നത്. ഇനി ഹിറ്റ് 363 475 and 750. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഷി ഗെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ ഇനി 363 475ഉം 750 ആണ് ഹിറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ എത്ര പോയിന്റ്സ് ആണ് അവൾക്ക് കിട്ടിയത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അവിടെയും നമുക്ക് ആഡ് ചെയ്യാൻ ഡിഫറെന്റ് വേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കൂ. 363 + 475 + 750 എങ്ങനെയാ ചെയ്തിരിക്കുന്നത്, ആദ്യം സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലെ. 363നെ 300 + 60 + 3 ആക്കി, 475നെ 400 + 70 + 5 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം എന്താ ചെയ്യുന്നത്, ഹൺഡ്രഡ്സ് എല്ലാം ആഡ് ചെയ്യുക. 300 + 400 ചെയ്തു, അപ്പൊ നമുക്ക് 700 കിട്ടി. പിന്നെ ടെൻസ് ആഡ് ചെയ്യാണ്, 60 + 70, അപ്പൊ എത്രയാ കിട്ടുക, 130 കിട്ടി. ദെൻ വൺസ് ആഡ് ചെയ്യാണ്, 3 + 5 എത്രയാ, 8 ആണ് അല്ലെ. അപ്പൊ 700 + 130 + 8 ആണ് അല്ലെ. അപ്പൊ 700 + 130 എന്ന് പറഞ്ഞാൽ 830. ദെൻ +8 ചെയ്താൽ 838. പിന്നെ നമുക്ക് ഇനി ആഡ് ചെയ്യാൻ ഒരു നമ്പറും കൂടി ഉണ്ട് അല്ലെ. അതായത് 838 + 750 ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ, ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. 838 നമുക്ക് എങ്ങനെ എഴുതാം, 800 + 30 + 8 എന്ന് എഴുതാം. 750 നമുക്ക് എങ്ങനെ എഴുതാം, 700 + 50 എന്ന് എഴുതാം. ഇനി ഹൺഡ്രഡ്സ് എല്ലാം ആഡ് ചെയ്യാണ്. 800 + 700 ചെയ്തു. 800 + 700 എന്ന് പറഞ്ഞാൽ 1500. ദെൻ 30 + 50 ചെയ്തു. ടെൻസുകൾ ആഡ് ചെയ്യാണ്. 30 + 50 എന്ന് പറഞ്ഞാൽ 80. പിന്നെ ഒരു 8 ആണുള്ളത് അല്ലെ. അപ്പൊ 1500 + 80 + 8 എത്ര വരിക, 1588. അപ്പൊ ടോട്ടൽ പോയിന്റ്സ് എത്രയാണ്, 1588 ആണ്. മെത്തേഡ് 2 ആണ്. എന്താണ്, 300 + 60 + 3 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയില്ലേ. 363നെ അടുത്തത് 400 + 70 + 5 എന്ന 475നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അടുത്തത് 700 + 50 എന്ന് പറഞ്ഞിട്ട് 750നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. ആദ്യം വൺസ് ആഡ് ചെയ്ത് നോക്കൂ. 5ഉം 3ഉം ആഡ് ചെയ്താൽ 8 കിട്ടും. ടെൻസ് എല്ലാം ആഡ് ചെയ്യാം. 60ഉം 70ഉം 50ഉം ആഡ് ചെയ്താൽ 180 കിട്ടും. ദെൻ ഹൺഡ്രഡ്സ് ആഡ് ചെയ്യാം. 300 + 400 + 700 ചെയ്യാം. അപ്പൊ എത്രയാ കിട്ടുക, 1400 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, 1400 + 180 + 8 ചെയ്യാം. 1400 + 180 എന്ന് പറഞ്ഞാൽ 1580 കിട്ടും. 1580യുടെ കൂടെ ഒരു 8 വന്നാൽ 1588. ക്യാൻ ബി ഡൺ ഇൻ ദിസ് വേ ആൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, 363 + 475 ആഡ് ചെയ്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് 838ന്റെ കൂടെ 750 ആഡ് ചെയ്തിട്ട് എഴുതുക കേട്ടോ.
അതാണ് വേറെ മെത്തേഡ്. ഒന്നും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുക കേട്ടോ. 363 പ്ലസ് 475 പ്ലസ് 750 അങ്ങനെ 1588 കിട്ടുന്ന വേറൊരു മെത്തേഡും കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഹു ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയെന്നാണ് കേട്ടോ. ധനുവിന് കിട്ടിയ പോയിന്റ്സ് എത്രയായിരുന്നു? 1525 ആണ്. ധ്വനിക്ക് കിട്ടിയ പോയിന്റ്സ് എത്രയാണ്? 1475 ആണ്. മിനിക്ക് കിട്ടിയത് 1363 ആണ്. സുഹൈലിന് കിട്ടിയ പോയിന്റ്സ് എത്രയായിരുന്നു? നമ്മൾ കണ്ടെത്തിയല്ലോ, 1089 ആണ് അല്ലെ. ലിനിക്ക് കിട്ടിയ പോയിന്റ്സ് എത്രയാ? 1588. അപ്പൊ ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്? 1588 കിട്ടിയ ലിനിക്കാണ് അല്ലെ. അപ്പൊ ലിനി എന്ന് ആൻസർ ചെയ്ത കേട്ടോ. നെയിം ഓഫ് ദ വിന്നർ എന്താണ്? വിജയിയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ലിനിയാണ് അല്ലെ. Write the names of the player in order from the one with least points to the one with most points. അതായത് കുറവ് പോയിന്റ്സ് കിട്ടിയ പ്ലേയേഴ്സിൽ നിന്ന് കൂടുതൽ പോയിന്റ്സ് കിട്ടിയ പ്ലേയേഴ്സുകളുടെ പേരുകള് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറവ് പോയിന്റ്സ് കിട്ടിയത് സുഹൈലിനാണ് അല്ലെ. അതായത് 1089. ഇപ്പൊ സുഹൈലിന് ഫസ്റ്റ് എഴുതുക. അടുത്തത് ആർക്കാണ്? മിനിക്കാണ്. 1363 ആണ്. അപ്പൊ അടുത്തത് മിനി എന്ന് എഴുതുക. അടുത്തത് 1475 കിട്ടിയ ധ്വനിക്കാണ് അല്ലെ. അപ്പൊ ധ്വനി എന്ന് എഴുതുക. അടുത്തത് ധനു ആണ്. 1525 ആണ് കിട്ടിയത്. പിന്നെ കിട്ടിയത് ആർക്കാണ്? ലിനിക്കാണ് അല്ലെ. കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് 1588. അപ്പൊ ലിനി എന്ന് എഴുതുക കേട്ടോ. പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം പോയിന്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ 3 ഷോട്ട്സ്? 3 തവണ ഷോട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ പോയിന്റ് എത്രയാണ് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാ ചെയ്യുക? അവിടെ നമുക്ക് പോയിന്റ്സ് ഏതൊക്കെയാ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 900 ആണ്. അപ്പോ 3 ഷോട്ട്സിലും 900 ഹിറ്റ് ചെയ്യുകയാണെങ്കിലല്ലേ മാക്സിമം പോയിന്റ്സ് കിട്ടുക. 900 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 900 പ്ലസ് 900 പ്ലസ് 900 എത്രയാ വരിക? 2700 പോയിന്റ്സ് ആണ് കേട്ടോ മാക്സിമം കിട്ടുക. അടുത്തത് പസിൽ കോർണർ ആണ്. ഹു ആം ഐ? I am a 3-digit number with all digits the same. Adding the number 3 times and adding one more gives the smallest 4-digit number. Who am I? എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഞാനൊരു 3 അക്ക സംഖ്യയാണ്. എല്ലാ ഡിജിറ്റ്സും എന്താണ്? 1 ആണ്. ഈ നമ്പർ 3 പ്രാവശ്യം ആഡ് ചെയ്യുകയും അതിന്റെ കൂടെ 1 ചേർന്നാല് ഏത് കിട്ടുന്ന പറഞ്ഞിരിക്കും? ചെറിയ 4 അക്ക സംഖ്യ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സ്മോളസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ ഏതാണ്? 1000 ആണ്. ഏത് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുക? 999ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1000 കിട്ടുക. എന്താണ്? എല്ലാ ഡിജിറ്റ്സും സെയിം ആയ ഏത് 3 അക്ക സംഖ്യേനെ 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് ഈ 999 കിട്ടുക എന്ന് നോക്കിയാൽ മതി അല്ലേ. 333 അല്ലേ വരിക. 333യുടെ കൂടെ 333 ആഡ് ചെയ്താൽ എത്രയായി? 666 ആയി. അതിന്റെ കൂടെ 333 ആഡ് ചെയ്യുമ്പോഴല്ലേ 999 കിട്ടുക. അപ്പൊ നമ്പർ ഏതാണ്? ഏതാണ് ഈ 3-ഡിജിറ്റ് നമ്പർ? 333 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.